അപ്പോൾ സ്ക്രൂട്ടിനി കൂടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് നിങ്ങളെ കാണുക എന്ന നിലയിലാണ് ഇന്ന് നിങ്ങളെ വിളിച്ചത്. സ്ക്രൂട്ടിനി ഇന്ന് കഴിഞ്ഞു, പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അവസാന പട്ടിക വരണമെങ്കിൽ പിൻവലിക്കാനുള്ള സമയം കൂടി കഴിയേണ്ടതുണ്ട്. 14 വരും. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ചിഹ്നം അനുവദിച്ചു കിട്ടും. അപ്പൊ ചിഹ്നം അനുവദിച്ചു കിട്ടുന്നതോടുകൂടി മാത്രമേ ബോർഡ്, പോസ്റ്റർ തുടങ്ങിയ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ആ നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, സ്ഥലത്തിൻ്റെ ഉടമയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അന്നൂരിൽ ഞങ്ങളൊരു ചുമരെഴുതിയപ്പോൾ ആ ചുമരെഴുതി ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തിരിച്ചുപോയി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് വെള്ളയടിച്ച് LDFന്റെ ചുമരെഴുത്താക്കി മാറ്റുകയുണ്ടായി. അത് സംബന്ധിച്ച് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ചുമര് മറച്ച് ആരും ഇത് എഴുതേണ്ടതില്ല എന്ന നിലയിൽ പോലീസ് എന്ന് എഴുതി വെച്ചതായി ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചിലർ തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. 2 ചുമര് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നെഴുതിയപ്പോ ഇന്നലെ രാത്രി ആ സ്വതന്ത്ര എന്നുള്ളതിൻ്റെ മുമ്പിൽ UDF എന്നെഴുതി ചേർക്കുകയുണ്ടായി. അങ്ങനെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നത് LDF അല്ല തീരുമാനിക്കേണ്ടത്. UDF പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും സർവതന്ത്ര സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ആര് പിന്തുണച്ചാലും പിന്തുണ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയാ ഞാൻ എഴുതിയ ചുമരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിൻ്റെ മുമ്പിൽ UDF എന്ന് ഇരുട്ടിന്റെ മറവിൽ എഴുതി ചേർക്കുന്നത്? ഒന്ന് കരിങ്കുഴിയിലാണ്. കരിങ്കുഴി എൻ്റെ തന്നെ സ്ഥലത്തിന്റെ ചുമരാണ് എഴുതിയത്, മറ്റാരുടെയും ചുമരല്ല. കാരണം ആ ചുമര് ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ സാധിക്കില്ല. മറ്റൊരു ചുമര് ഏച്ചിലാമയിലാണ്. ഈ 2 ചുമരിന്റെ മുമ്പിലും UDF എന്ന് എഴുതി ചേർക്കാണ് ഉണ്ടായത്. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങളുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ
കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഒരാളൊരു ചുമരെഴുതിയാൽ എതിർകക്ഷി അവർക്ക് ആവശ്യമായ രീതിയിൽ ആ ചുമരെഴുത്തിനെ മാറ്റിമറിക്കുന്ന ഒരു നില എപ്പോഴെങ്കിലും ഈ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുണ്ടോ? ബോധപൂർവം ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഈ മണ്ഡലത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ വേവലാതിയൊന്നുമില്ല. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഞങ്ങളുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്നെ ഒരു പ്രത്യേക അറയിൽ മാറ്റിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കം LDF വളരെ ബോധപൂർവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം LDFനകത്ത് നിന്ന് വലിയ നിലയിൽ വോട്ട് എനിക്ക് ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുമെന്നും ആ വോട്ട് ചോർച്ച തടയാൻ ഞാൻ സ്വതന്ത്രനല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആ നിലയിലാണ് ഇത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് പിന്തുണ നൽകാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടും പയ്യന്നൂരിലെ ചില മാധ്യമ സുഹൃത്തുക്കൾ എന്നെ LDFന്റെ നിലപാടിന് അനുസരിച്ച് UDF സ്വതന്ത്രമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമം നടത്തിയ ആളും ഈ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എനക്കൊരു വിരോധമില്ല. എല്ലാവർക്കും മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷെ അത് ഈ നിലയിൽ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ശരിയാണോ എന്ന് അത്തരം ആളുകൾ ചിന്തിക്കുക. അയാൾക്ക് എന്നെ UDFന്റെ ആലയിൽ കെട്ടിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. എന്തിനു വേണ്ടിയാ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ട് അക്കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി UDFന്റെ സ്വതന്ത്രം എന്ന രീതിയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും എല്ലാം വോട്ട് വാങ്ങുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ആ വോട്ട് വാങ്ങുന്നതിൽ എന്താ തെറ്റ്? ജില്ലാ സെക്രട്ടറി പറഞ്ഞത് നിരവധി രക്തസാക്ഷികൾ അവരെ ആ നിലയിലാക്കിയത് കോൺഗ്രസ് ആണ്, ചിലയിടത്ത് ലീഗാണ്, ചിലയിടത്ത് RSS ആണ് എന്നൊക്കെയാണ്. അവരുമായി ഒരു ബന്ധവും പാടില്ല എന്ന നിലപാടാണോ CPMനുള്ളത്? അങ്ങനെ ഒരു നിലപാട് അവർക്കുണ്ടായിട്ടില്ല. ഈ കേരളത്തിൽ ആദ്യമായി ഒരു MLA കൊല്ലപ്പെട്ടത് സഖാവ് കുഞ്ഞാലിയാണ്. കുഞ്ഞാലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഉത്തരവാദികളെന്ന് CPM ആരോപിച്ച പാർട്ടിയുമായി പിന്നീട് സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവരുടെ വോട്ട് വാങ്ങി വിജയിക്കുകയും മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്ത ചരിത്രമുള്ള നാടാണ് ഈ കേരളം. എങ്ങനെ അവർക്ക് ഞാൻ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങുന്നത് ഈ നിലയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവര് വാങ്ങാൻ പാടില്ലല്ലോ. കേരളത്തിൽ മൊത്തത്തിലല്ലേ അങ്ങനെ വാങ്ങിയത്? ഈ പയ്യന്നൂർ മണ്ഡലത്തിലാണ് രാമന്തലിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് OK കുഞ്ഞിക്കണ്ണന്റെ രക്തസാക്ഷിയായത്. അതിന് ഉത്തരവാദികൾ ആര് എന്നതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്.
അവരുമായി സഖ്യമുണ്ടാക്കി വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലേ CPM? അപ്പൊ CPM-ന് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങാം, മറ്റു പാർട്ടികളുടെ വോട്ട് വാങ്ങാം, മറ്റുള്ളവർക്ക് വാങ്ങിക്കൂടാ എന്നൊരു നിലപാട് എങ്ങനെയാണ് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ സാധിക്കുന്നത്? ഇനി അത് മാത്രമല്ലല്ലോ, CPM-ന് ഇന്ത്യയിൽ 4 MP-മാരുണ്ട്. അതിൽ 3 MP-മാരും ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ്. 2 MP-മാര് തമിഴ്നാട്ടിൽ നിന്നും 1 MP രാജസ്ഥാനിൽ നിന്നും ജയിച്ചു വന്നത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ്. കേരളത്തിലുള്ള 1 MP മാത്രമാണ് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങാതെ ജയിച്ചത്. അപ്പൊ 75% MP-മാർ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് ഇപ്പൊ പാർലമെന്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമല്ലേ? അങ്ങനെ വരുമ്പോ എന്തടിസ്ഥാനത്തിലാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്കെതിരെ ഈ UDF രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നത് പരിശോധിക്കാൻ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ സന്നദ്ധമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയായി വരാൻ ഒരു കാരണം, ആ കാരണം നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് നേരത്തെ. അഴിമതിക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്ത അഴിമതി, മാഫിയാവൽക്കരണം ഇത് നടക്കുമ്പോ അത് ചോദ്യം ചെയ്തു, പാർട്ടിക്കകത്ത് അത് ചോദ്യം ചെയ്തു, പാർട്ടി നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കഴിഞ്ഞ 4.5 വർഷമായി ഞാൻ നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ 4.5 വർഷത്തിനിടയിൽ പരിഹാരം കാണാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. കളങ്കിതനായ ഒരു വ്യക്തി പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ടോ എന്നതാണ് പയ്യന്നൂരിലെ വോട്ടർമാരോട് ഞാൻ ഉന്നയിക്കുന്ന, വോട്ടർമാരുടെ മുമ്പിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കളങ്കിതനായ വ്യക്തി എന്ന് സമൂഹം വിലയിരുത്തുകയാണ്. ഒന്ന് മൊബൈൽ ഓഫ്, വിലയിരുത്തുകയാണ്. ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതാണ്. 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഞാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. 2, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. TI മധുസൂദനനെ മാറ്റി മറ്റൊരാളാണ് പയ്യന്നൂരിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ മത്സരിക്കുമായിരുന്നില്ല. ഞാൻ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം അത് TI മധുസൂദനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഉൾപ്പെടെയുള്ള ആളുകൾ അയാളെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ CPM നേതൃത്വം തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിലാണ് എന്റെ സ്ഥാനാർത്ഥിത്വം. അത് ഞാൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ഒരു പുസ്തകമായി അച്ചടിച്ച് ജനങ്ങളുടെ കയ്യിലെത്തിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും വിഷയത്തിന് മറുപടി പറയാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോ അയാളെ നിർത്തിയ CPM നേതൃത്വമോ ഇന്നേവരെ സന്നദ്ധമായിട്ടുണ്ടോ? സന്നദ്ധമായിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റ് തെറ്റായ പ്രചാരവേലകൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ എനിക്കെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന ആലോചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇതൊരു നീതിക്ക് വേണ്ടിയുള്ള, സത്യത്തിന് വേണ്ടിയുള്ള, ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തെ അതേ രീതിയിൽ എതിർക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ എതിർപ്പിനെയൊന്നും ഒരാളും തെറ്റായി കാണില്ല. പക്ഷെ ആ നിലയിൽ എതിർക്കാനല്ല, മറിച്ച് കുൽസിത ശ്രമങ്ങളും തെറ്റായ പ്രചാര വേലകളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് ഈ മണ്ഡലത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാം ഞാൻ തന്നെ വിശദീകരിക്കുന്നത് ശരിയായിരിക്കില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പാർട്ടിയിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ള പിന്തുണ, നിങ്ങൾ പുറത്തു പോയതിനു ശേഷം നിങ്ങൾക്കില്ല, അവരെ നിങ്ങൾ വെളിയിൽ ഉപേക്ഷിച്ചു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യം ഞാൻ ചോദിച്ച സമയത്താണ് കുഞ്ഞികൃഷ്ണേട്ടൻ പറഞ്ഞത് രാജീവൻ കുറേയായി വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രസ്താവന കുഞ്ഞികൃഷ്ണേട്ടന്റെ ഭാഗത്തുണ്ട്. അതിനെ ഞാൻ ആ അർത്ഥത്തിൽ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഇവിടെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഞാൻ തന്നെയാണ് നിങ്ങൾ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത്. അത് നിങ്ങളെ നോമിനേഷൻ കൊടുത്തതിന് ശേഷം, അതിന് മുമ്പ് വരെ കൊടുത്ത എല്ലാ വാർത്തയിലും സർവ്വസ്വതന്ത്രനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കൊടുത്തത്. അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. അതിനുശേഷം ഇപ്പോൾ എനിക്ക് ആ സംശയമുണ്ട്, നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഒരു ഉത്തരം. ഞാൻ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എന്നെ UDF പിന്തുണക്കുകയാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ആദ്യം തിരിച്ചറിയാൻ സാധിക്കണം. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുക എന്നതും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ ചിലര് തയ്യാറാവുകയും ചെയ്യുക എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രാജീവൻ നേരത്തെ പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥി അല്ലേ അല്ല, എന്റെ കയ്യിൽ ക്ലിപ്പിംഗ് ഉണ്ട്. ആയിക്കോട്ടെ. UDFന്റെ സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ എന്നതാണ് രാജീവൻ ഉപയോഗിച്ച പദം. അത് പരിശോധിക്കണം. നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് എന്ന് പറഞ്ഞു. നോമിനേഷൻ കൊടുത്തതിന് ശേഷം എന്ത് പ്രത്യേകതയാണ് ഉണ്ടായിട്ടുള്ളത്? നോമിനേഷനിൽ ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ, മുന്നണിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നോമിനേഷൻ പേപ്പറിൽ അങ്ങനെ ഒരു കോളും ഇല്ല. നോമിനേഷനിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ലെങ്കിൽ സ്വതന്ത്രൻ, ഇത് മാത്രമേ ഉള്ളൂ. ആ സ്വതന്ത്രനെ ആരെല്ലാം പിന്തുണക്കുന്നു എന്നതൊന്നും നാമനിർദ്ദേശ പത്രികയിൽ എവിടെയും ചോദ്യങ്ങളില്ല. പിന്നെ എങ്ങനെയാ നോമിനേഷൻ കൊടുത്തതിന് ശേഷം UDFന്റെ സ്വതന്ത്രനായി രാജീവനെ പോലുള്ള ആൾക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയാ? അതുകൊണ്ട് ഇടക്ക് അല്ല, നിങ്ങൾ പറഞ്ഞു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ബോധപൂർവ. ഈ വെള്ളപൂശാൻ എന്ന് പറഞ്ഞില്ലേ, എനിക്കുള്ള പിന്തുണ രാജീവൻ എത്രത്തോളം അളന്നിട്ടുണ്ട് എന്നെനിക്കറിയില്ല. കുറ്റവാളിയെ വെള്ളപൂശാനുള്ള ശ്രമം എന്ന നിലയിലാണ് ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. കള്ളന് ചൂട്ടുപിടിക്കുന്ന സമീപനം പലരും സ്വീകരിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് ചിലരെ വെള്ളപൂശി കാണിക്കുക എന്നത് ചിലരുടെ താല്പര്യമായിരിക്കും. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ രാജീവന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ വരാറുള്ളൂ എന്നതൊരു വസ്തുതയാണ്. അതിലേക്ക് കൂടുതലായി ഞാൻ കടക്കുന്നില്ല. കാരണം രാജീവനും ഞാനും തമ്മിലുള്ള തർക്കമായി ഇതിനെ മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. പക്ഷെ ചോദ്യങ്ങൾ രാജീവൻ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാതെ പോകാനും കഴിയും. എന്റെ ചോദ്യങ്ങളുണ്ടാവും, സ്വാഭാവികല്ലേ. പിന്നെ വേറൊരു ചോദ്യം കൂടെ ഉണ്ട് കുഞ്ഞികൃഷ്ണേട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം ചോദിക്കുന്ന രീതിയിൽ വേണ്ട, ആർക്കും ചോദിക്കാം. നിങ്ങൾ പറഞ്ഞു പിന്നെ ഇവിടെ ഭയങ്കര ആക്രമണം. ഇത് നിങ്ങൾ പോയതിനു ശേഷം നിങ്ങളുള്ള സമയത്ത് CPM ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെയുള്ള നേതാക്കന്മാർ, UDFന്റെ വാലമാഷ അടക്കമുള്ള CMP നേതാക്കന്മാരെ, പാർട്ടിയിൽ നിന്ന് പോയ നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ AP നാരായണൻ അടക്കമുള്ള നേതാക്കന്മാരെ അവരൊക്കെ ക്രൂരമായി പീഡിപ്പിച്ച, ഇലക്ഷന്റെ പേരിലും അതുപോലെ തന്നെ ബൂത്തുകളിലും കയറിയിട്ട് അടിച്ച് പുറത്തിട്ട, അതിനുശേഷം ഇലക്ഷന് ശേഷം അടിച്ച് ഹോസ്പിറ്റലാക്കിയ ഒരു പാരമ്പര്യമുള്ള പാർട്ടിയിലായിരുന്നു താങ്കൾ ഇതുവരെ ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് നിങ്ങൾ മാറിയതിനു ശേഷം ഈ CPM നന്നായി പോയി എന്ന് നിങ്ങൾ കരുതുന്നതാണോ, അല്ല ഇവരെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതിനൊരു വ്യക്തിയാണോ ഉത്തരവാദി, അതല്ല പ്രസ്ഥാനമാണോ? അവിടെയാണ് ചോദ്യം. ഞാൻ പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് വി കുഞ്ഞികൃഷ്ണനാണോ ഉത്തരവാദി എന്ന് രാജീവിന് അഭിപ്രായമുണ്ടോ? ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ആ പ്രസ്ഥാനം ആലോചനയും തീരുമാനങ്ങളും എല്ലാം എടുക്കുന്നതിന്റെ നേതൃത്വമാണ്. അതിന്റെ എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കുമോ താഴെയുള്ള എല്ലാ അണികൾക്കോ അതിൽ ചിലപ്പോ ഒരു പങ്കാളിത്തം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പോയതും ഞാൻ വന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതൊരു പ്രസ്ഥാനത്തിന്റെ നിലപാടിന്റെ ഭാഗമാണ്. അന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്നത് ആണ് സാധാരണ നിലയിൽ കാണേണ്ടത്. ഒരു ചോദ്യം കൂടെ, ഒറ്റ ചോദ്യം. ഇത് വെച്ച സംഭവത്തിൽ പോലീസ് ഇതുവരെ നടപടി എടുത്തിട്ടുണ്ടോ? അതിന്റെ കൂടെ തന്നെ ഈ ഭീഷണി സംബന്ധിച്ചിട്ട് CPM നേതൃത്വത്തിന്റെ അറിവുണ്ടാണോ ഉണ്ടോ, അല്ലെങ്കിൽ പ്രാദേശികമായുള്ള നേതാക്കന്മാരാണ് അതിന്റെ പിറകിലാണോ? റീത്ത് വെച്ച സംഭവത്തെ കുറിച്ച് ഇതുവരെ ഒരാളെയും കണ്ടെത്താൻ പോലീസ് സന്നദ്ധമായിട്ടില്ല. എന്റെ വീട്ടിന്റെ പരിസരത്ത് ബൈക്ക് തീവച്ച് നശിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത് തന്നെയാണ് അവസ്ഥ. ഒരു മാധ്യമ സമ്മേളനത്തിൽ രാജീവ് തന്നെ തോന്നുന്നു ഈ ഗവൺമെന്റിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഉത്തരം ഇതല്ലാതെ മറ്റൊരു ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. നമ്മുടെ മുമ്പിലുള്ള ഗവൺമെന്റിനോടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ആ നിലയിൽ അതിനെ കാണുക എന്നുള്ളതാണ്. അന്വേഷണം കാര്യമായ രീതിയിൽ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അഭിപ്രായം. എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച്? ആ സംഭവം ഇപ്പൊ പറയേണ്ട ഒരു കാര്യമില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിയുടെ കാര്യം, അതുപോലെ തന്നെ ഓക്കയുടെ കാര്യം. കുഞ്ഞാലിയുടെ കാര്യം പറഞ്ഞത് ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. കാരണം രക്തസാക്ഷികളെ സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എനിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമാണ്. അതിനുള്ള മറുപടിയാണ് കുഞ്ഞാലിയെ കൊന്നയാളുകളുമായി പിൽക്കാലത്ത് CPM നേതൃത്വം തന്നെ ഐക്യമുണ്ടാക്കുകയും യോജിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കേരളത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെന്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോ അതിനുള്ള മറുപടിയാണ്. സൈത്ലാൽ അതും ഇപ്പോ ഒരു പ്രസംഗമായ ചോദ്യമേ അല്ല. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. ഈ ചുമരെടുക്കുന്നത് വായിക്കുന്നു, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് LDF മുന്നോട്ട് വന്നു വരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പം ബൂത്തിലിരിക്കൽ പോലെയുള്ള ആളുകൾ കൂടുതൽ പ്രവർത്തകരെ ആവശ്യമുണ്ട്. കുഞ്ഞികൃഷ്ണന്റെ കൂടിയുള്ള ആളുകൾ, പരിമിതമായ ആളുകൾ. അപ്പോൾ UDF-ന്റെ ആളുകളെ കൂടി ഉപയോഗിക്കാതെ എങ്ങനെയാണ് ബൂത്തിലിരിക്കുക, അതൊക്കെയുള്ള കാര്യങ്ങൾ? UDF-ന്റെ ആളുകളെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം UDF പിന്തുണക്കുന്ന സ്വതന്ത്രനാണല്ലോ. പിന്തുണക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാലോ, യോജിച്ചതിനെ പങ്കെടുക്കാലോ. ആ നിലയിൽ അത് ചിലപ്പോൾ ഉണ്ടാകും. ഇവിടെ ബൂത്തുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുകയല്ല ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തുകളും CCTV ഉൾപ്പെടെ ഇതുവരെ സമീപിച്ചിട്ടില്ല. കാരണം ഇന്നാണ് നോമിനേഷൻ അംഗീകരിച്ചത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് ഈ പയ്യന്നൂരിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കേണ്ടുന്ന പരാതികൾ, അതുപോലെ തന്നെ പോലീസിന് നൽകേണ്ടുന്ന പരാതികൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത്. അത്തരം നടപടികൾ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. താങ്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസിന്റെ വേണം എന്നുള്ള രീതിയിൽ, കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറയുന്ന സംഘർഷമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഈ ചുമരൊക്കെ ഒരാൾ എഴുതിയ ചുമര് വേറൊരാൾ എഴുതുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ്. അതിനൊന്നും ഒരു തർക്കമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് നിർഭയമായിട്ട് വോട്ടർമാരെ സമീപിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നതിന്റെ ഒരു സൂചന ആയിരിക്കണമല്ലോ അത്. അങ്ങനെ വരുന്ന സമയത്ത് താങ്കൾക്ക് നിർഭയമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് ആവശ്യമായ പോലീസ് സുരക്ഷയെ കുറിച്ച് താങ്കൾ ആലോചിക്കുന്നു? ഇപ്പൊ ഞാൻ ആലോചിക്കുന്നില്ല. ഭീഷണി ശക്തമാണ് സമൂഹത്തിൽ പലർക്കെതിരെ. ആ ഭീഷണിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടത് മാത്രം ഭീഷണിയോ അക്രമമോ ഇല്ലാതാകും എന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ വീട്ടിന് മുമ്പിൽ നേരത്തെ പോലീസ് കാവൽ ഉണ്ടായതാണ്. ഒരാഴ്ച മുമ്പ് ആ പോലീസ് കാവൽ പിൻവലിച്ചു. പക്ഷേ ഈ കണ്ടോത്ത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്
പൊളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ഇപ്പൊ വീണ്ടും പോലീസ് കാവല് വീട്ടിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ കേന്ദ്ര സേന വരാൻ പോകുന്നു. എന്റെ വീട്ടിന് മുമ്പിൽ കേന്ദ്ര സേന വരാൻ പോകുന്നു എന്ന് ചില പോലീസുകാർ തന്നെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ നിനക്കറിയില്ല. ഞാൻ പോലീസ് സംരക്ഷണം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പോലീസ് സംരക്ഷണം കൊണ്ട് മാത്രം ഒരാളുടെ ജീവനും ശരീരവും സംരക്ഷിക്കാൻ സാധിക്കും എന്നും ഞാൻ കരുതുന്നില്ല. ഈ നീതിയുക്തമായ ഒരു വോട്ടെടുപ്പ് നടത്തുന്ന ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. പിന്നെ അതെന്തുകൊണ്ട് കൃഷ്ണേട്ടാ, അത് കൃത്യമായ രീതിയിൽ നിങ്ങളെല്ലാ വിഷയങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ പറയണം. കുറച്ചും കൂടെ ഗൗരവത്തോടെ പറയണമെന്നല്ല അതിലൊന്നും. നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴെ ഒന്നുകിൽ ആ ഇലക്ഷനിൽ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന രീതിയിലേക്ക് എതിരാളികൾ അതിനെ വ്യാഖ്യാനിക്കില്ലേ? അത് രാജീവിന് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഞാൻ എഴുതിയ ഒരു ചുമര് രാജീവൻ എങ്ങനെയാ തിരുത്തുന്നത്? തെറ്റാണ്, ഞാൻ പറഞ്ഞല്ലോ. അതല്ലേ പറഞ്ഞതും. അത് നീതിയുക്തമായ ഒരു പ്രവർത്തനം നടക്കില്ല എന്നതിന്റെ സൂചനയാണ്. ഞാൻ എഴുതിയ ഒരു ചുമര് അത് എഴുതി കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം മായ്ച്ച് മറ്റൊരു കക്ഷി എങ്ങനെയാ ചുമരെടുത്ത് നടത്തുന്നത്? ഏത് ജനാധിപത്യ ഇത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാനുള്ള ഒരു അവസരമല്ലേ? ആ ജനാധിപത്യ അവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതല്ലേ? ആ ജനാധിപത്യ അവകാശമാണ് ഒരാൾ എഴുതിയ ചുമര് മായ്ച്ച് മറ്റൊരാൾ ചുമരെടുത്ത് നടത്തുന്നത്, ഒരാൾ എഴുതിയ ചുമരിന്റെ മേലെ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ആ ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിച്ചത്. സ്ഥാനാർത്ഥിക്ക് എതിരെ ഉൾപ്പെടെയല്ലേ ഞാൻ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ എത്ര വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ചു, എത്ര ആരോപണങ്ങൾ അതിലുണ്ട്. ഏതെങ്കിലും ഒന്നിന് മറുപടി പറയണ്ടേ? സെമന്തകമണിയുടെ കഥ പറഞ്ഞു പോയ ഉത്തരാവുക? സെമന്തകമണിയുടെ കഥ പറഞ്ഞു പോയ ഉത്തരാവില്ലല്ലോ. എന്റെ ചോദ്യം നേരിട്ടാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? കളങ്കിതനാണ്. അങ്ങനെ കളങ്കിതനായ ഒരാളെ ഈ പയ്യന്നൂര് പോലുള്ള, പയ്യന്നൂരിന്റെ പാരമ്പര്യത്തെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. സെക്കൻഡ് ബർത്തോടിയാണ്. കർഷക പോരാട്ടങ്ങൾ കൊണ്ട് നിരവധി രക്തസാക്ഷികളെ സൃഷ്ടിച്ച ഭൂമിയാണ്. ആ നിലയിൽ വലിയ പാരമ്പര്യമുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇത്തരം ഒരാള് വിജയിച്ചു പോകുന്നത് ശരിയാണോ എന്നതാണ് സമൂഹത്തിന് മുമ്പിൽ ഞാൻ ഉയർത്തുന്ന ചോദ്യം. ആ ചോദ്യത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നവരായി വലിയ വിഭാഗം ജനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കേസ് പോലും, ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത പയ്യന്നൂരെ പ്രമുഖ നേതാവെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥക്കാരുടെ കഴിഞ്ഞ് എല്ലാ കാലവും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ കുഞ്ഞിഷ്ടാടെങ്കിൽ ഒരു കേസ് പോലും ഇല്ലാന്നാണ് കുഞ്ഞിഷ്ടാടെ കൊടുത്ത മൊഴിയില്ലത്. നിങ്ങൾ മറുപടി പറയാം. നിരവധി കേസുകളിൽ ഞാൻ പ്രതിയായിരുന്നു. അതൊക്കെ പഴയ കാലത്താണ്. അതൊന്നും ഇപ്പൊ കൊടുക്കുന്ന നോമിനേഷനിൽ പ്രസക്തമല്ല. അതിന്റെ ആവശ്യമില്ല. അതിനൊരു കാലപരിധിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കേസിലൊന്നും പെടാത്ത ഒരാളാണ്. പാർട്ടി നിശ്ചയിച്ച എല്ലാ സമരമുഖത്തും ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ മന്ത്രിമാരെ തടയുന്ന സമരം DYFI നടത്തി. ആലക്കോട് വെള്ളാട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനത്തിന് മന്ത്രി വരാൻ തീരുമാനിച്ചപ്പോൾ ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ DYFI ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് തന്നെയാണ്. ഞാൻ അവിടെ പോയി നേതൃത്വം കൊടുത്ത് പ്രകടനം ഉൾപ്പെടെ സംഘടിപ്പിച്ച് മന്ത്രി വരാത്തത് കൊണ്ട് പിരിച്ചുവിട്ട് വരികയാണ് ചെയ്തത്. മന്ത്രി വരാത്തത് എന്റെ കുറ്റമല്ലല്ലോ. കരിവള്ളൂരിൽ പാട്യമ്മ സ്കൂളിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്കും നേതൃത്വം കൊടുക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് തന്നെയാണ്. അവിടെയും ഞാൻ ഉണ്ടായിരുന്നു. പാർട്ടി DYFI തീരുമാനിച്ച എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി ഈ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് വരെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാവരുടെ പേരിലും കേസ് ഉണ്ടാകണം എന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ നിലപാട് അങ്ങനെയാണോ? ഈ പാർട്ടിയിലുള്ള എല്ലാവരുടെ പേരിലും കേസുണ്ടോ? അതുകൊണ്ട് കേസുള്ളവരുണ്ടാകും, കേസില്ലാത്തവരുണ്ടാകും.
കേസില്ലാത്തത് ഈ പാർട്ടി ഒരയോഗ്യതയായി കാണുന്നില്ല, കണ്ടിരുന്നില്ല നേരത്തെ. മറ്റ് സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും വാക്കാൽ അവിടെ ഓഫീസ് നിർമ്മിക്കാൻ അനുവദിക്കുകയുമാണ് ചെയ്തത്. ഈ ഭീഷണി വന്നപ്പോ ഈ അനുമതി നൽകിയ വ്യക്തിയോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കണം, ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്നത് പൊളിച്ചു മാറ്റി സഹായിക്കണം എന്നതാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങൾ മൂലം മറ്റാർക്കെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്ഥലം അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ പയ്യന്നൂരിലെ ഒരു വ്യാപാരിയാണ്, അപ്പൊ അയാൾക്ക് വേറൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ അത് പൊളിച്ചു മാറ്റിയതാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആദ്യം എന്താ ഒരു ചോദ്യം ചോദിച്ചത്? മൂന്ന് ചോദ്യം ചോദിച്ചില്ലേ? ഡമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥി ഇല്ല, അത് സ്ഥാനാർത്ഥി തന്നെയാണ്. അതില് ഡമ്മി എന്ന് പറയുന്നത് രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഒരേ പാർട്ടി കത്ത് നൽകിയാൽ അതിലൊരാൾ മറ്റേയാളുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചാൽ സ്വാഭാവികമായും അയാള് പിന്തള്ളപ്പെടും. അയാൾ നോമിനേഷൻ പിൻവലിക്കൊന്നും വേണ്ട. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇപ്പൊ ടി.ഐ. മധുസൂദനൻ, പി. സന്തോഷ് രണ്ടുപേരും നോമിനേഷൻ കൊടുത്തു. ടി.ഐ. മധുസൂദനും പി. സന്തോഷും CPIM-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് നോമിനേഷൻ കൊടുത്തത്. ടി.ഐ. മധുസൂദന്റെ പത്രിക അംഗീകരിച്ചു കഴിഞ്ഞാൽ പി. സന്തോഷിന്റെ പത്രികക്ക് പിന്നെ പ്രസക്തിയില്ല. പി. സന്തോഷിന്റെ പത്രിക അംഗീകരിച്ചാലും പി. സന്തോഷ് പിന്നീട് പത്രിക പിൻവലിക്കേണ്ട കാര്യമില്ല. അതാണ് ഡമ്മി. അത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഉള്ളൂ ഡമ്മി. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പത്രിക കൊടുക്കുന്നത് സ്വതന്ത്രമായി സ്ഥാനാർത്ഥിയായി തന്നെയാണ്. അതുകൊണ്ട് അതിന് ഡമ്മിയൊന്നുമില്ല. ഈ പയ്യന്നൂരിലെ മാഫിയ ബന്ധത്തെ കുറിച്ചിട്ട് കുഞ്ഞുഷേട്ടൻ പറയാം. ഇതുവരെ ഈ മാഫിയ ബന്ധം, മാഫിയകൾ എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ മാഫിയകൾ എന്ന് ഒന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനെ പറയുന്നു പോലെ. രാജീവിന്റെ ഇതുവരെ അറിയില്ലേ? ഇല്ല, അറിയാം, പറയണ്ട, എനിക്കറിയില്ല. എനിക്കറിയുന്ന ഒന്ന് രണ്ടാളോട് ചോദിച്ചു, അന്നേരം അവര് പറഞ്ഞു അത് കുഞ്ഞുഷേട്ടൻ രാജീവിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്റെ കൂടെ തന്നെ ഇല്ല, രാജീവിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്റെ കൂടെ മാഫിയ ഉണ്ട്. ഈ പത്രക്കാരിലെ മാഫിയക്കാരാ? അതിപ്പോ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ പറയാൻ പറ്റുമോ? പറയാൻ സന്നദ്ധനാണെങ്കിൽ എന്റെ പുസ്തകത്തിൽ തന്നെ പറയില്ലേ. മാഫിയ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് പയ്യന്നൂരിൽ പിരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഞങ്ങളുടെ മുമ്പിലുണ്ട്. എന്നിട്ട് ഞാൻ അയാളെ പേര് പറഞ്ഞിട്ട് അയാളെ വീരപുരുഷനാക്കേണ്ട കാര്യം നിനക്കില്ല. അങ്ങനെ വീരപുരുഷനാക്കേണ്ട കാര്യം ചിലർക്ക് ഉണ്ടാകാം. എന്റെ പുസ്തകത്തിൽ ഒരു സ്വകാര്യ പ്രസിൽ നിന്നാണ് വ്യാജ റസീറ്റ് അടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സ്വകാര്യ പ്രസിന്റെ പേര് പറഞ്ഞിട്ടില്ല. പയ്യന്നൂരിലെ ഒരു സ്വകാര്യ പ്രസിൽ നിന്നാണ് സൊസൈറ്റി പ്രസിന്റെ പേര് വെച്ച് വ്യാജ റസീറ്റ് അടിച്ചത് എന്ന് എന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്വകാര്യ പ്രസിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ അത് എല്ലാം പറയണമെന്നൊന്നുമില്ല, പറയാണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാവും. പയ്യന്നൂരില് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. രാജീവിന് മാത്രമേ മനസ്സിലാവാത്ത വഴിയെ രാജീവിന് മനസ്സിലാകും.